കോഴിക്കോട് പോലീസ് ഉദ്യോഗസ്ഥനും കുടുംബത്തിനും നേരെ മദ്യപ സംഘത്തിന്റെ ആക്രമണം. മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലെ പോലീസ് ഓഫീസർ അനിൽകുമാറിനും കുടുംബത്തിനും നേരെയാണ് ആക്രമണമുണ്ടായത്. ഇന്നലെ രാത്രി 10 മണിയോട് കോഴിക്കോട് ചെറുകുളത്ത് വെച്ചാണ് ആക്രമണമുണ്ടായത്. 6 പേർക്കെതിരെ എലത്തൂർ പോലീസ് കേസെടുത്തു. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, വാക്കുതർക്കത്തിന് പിന്നാലെയാണോ മദ്യപ സംഘത്തിന്റെ ആക്രമണമുണ്ടായത്? കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലെ പോലീസുകാരൻ അനിൽകുമാറും കുടുംബവും ഇന്നലെ ചെറുകുളത്ത് വെച്ചാണ് ഈ ആക്രമണത്തിനിരയായത്. ഇവർ വെങ്ങേരി ഭാഗത്തേക്ക് കാറിൽ സഞ്ചരിക്കുകയായിരുന്നു. അത് എതിർവശത്തു നിന്നും ഒരു കാർ വന്നതിനെ തുടർന്ന് അവിടെ ചെറിയ തുടർന്ന് പിന്നിലുണ്ടായിരുന്ന വാഹനങ്ങളോട് മാറാൻ വേണ്ടി അനിൽകുമാർ കാലിൽ ഇറങ്ങി പറഞ്ഞു. ആ സമയത്ത് അനിൽകുമാറിന് നേരെ ഈ മദ്യപിച്ച് അവിടെ ഉണ്ടായിരുന്ന 6 പേരടങ്ങുന്ന ഒരു സംഘം, പ്രജിത്ത് അതുപോലെ സനീഷ് എന്ന പേര്, ഈ 2 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. മറ്റു കണ്ടാൽ അറിയാവുന്ന 4 പേർക്കെതിരെ കൂടിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ 6 പേർ ചേർന്ന് അനിൽകുമാറിനെ ആദ്യം അസഭ്യം പറയുകയും ഇതേ തുടർന്ന് അനിൽകുമാറിന്റെ മകൾ കാലിൽ നിന്നിറങ്ങി ഇത് തടയാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ സമയത്തൊക്കെ തന്നെ ഈ പെൺകുട്ടിയോട്, ഈ മകളായിട്ടുള്ള കുട്ടിയോട് അപമര്യാദയായി പെരുമാറുകയും അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ മാല മോഷ്ടിച്ചുവെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. എഫ്ഐആറിലും ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 പവൻ തൂക്കം വരുന്ന മാലയാണ് മോഷ്ടിച്ചെടുത്തത് എന്നുള്ളതാണ് ഈ കേസിൽ പറയുന്നത്, എഫ്ഐആറിൽ പറയുന്നത്. ഏതായാലും എലത്തൂർ പോലീസ് ഇപ്പോൾ ഈ 6 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഈ കണ്ടാൽ അറിയുന്ന, അതായത് പേരറിയുന്ന സനീഷ്, പ്രജിത്ത് എന്നിവർക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന 4 പേർ ഉൾപ്പെടെയുള്ള 6 പേർക്കെതിരെയാണ് എലത്തൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ശരി, സലാം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.